കേരള രാഷ്ട്രീയത്തെ വീണ്ടും ചൂടുപിടിപ്പിച്ചുകൊണ്ട് മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ശക്തമാക്കി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളും എക്സാലോജിക് സൊല്യൂഷൻസ് ഉടമയുമായ വീണ വിജയനെതിരെ ശക്തമായ തെളിവുകൾ ശേഖരിക്കുക എന്ന ഉറച്ച തീരുമാനത്തിലാണ് ഇഡിയുടെ നീക്കങ്ങൾ. കേസുമായി ബന്ധപ്പെട്ട വീണയുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് ഇഡി വ്യാപക റെയ്ഡ് നടത്തിയത്. ഇതിൽ കോഴിക്കോട് നഗരത്തിലാണ് പരിശോധനകൾ ഏറിയ പങ്കും കേന്ദ്രീകരിച്ചത്. 4 പ്രത്യേക ഇഡി സംഘങ്ങളാണ് കോഴിക്കോട് വിവിധ ഇടങ്ങളിൽ ഒരേ സമയം റെയ്ഡ് നടത്തിയത്. മുഹമ്മദ് റിയാസുമായി അടുത്ത ബന്ധമുള്ളവരുടെ വീടുകളിലും ബിസിനസ് സ്ഥാപനങ്ങളിലുമായിരുന്നു പരിശോധന. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇഡി ഈ കേസിൽ ഇത്തരമൊരു സുപ്രധാന നീക്കം നടത്തുന്നത്. വീണയ്ക്ക് ഓഹരി നിക്ഷേപമുള്ള പ്രധാന സ്ഥാപനങ്ങളിലേക്കും ഇഡി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലേക്കർ ഇന്ത്യ കോർപ്പ് എന്ന കമ്പനി ഇതിലൊന്നാണ്. ഈ കമ്പനിയിൽ വീണയ്ക്ക് സാമ്പത്തിക നിക്ഷേപമുണ്ടെന്ന് ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. ലേക്കർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഓഫീസുകളിലും പങ്കാളികളുടെ വീടുകളിലും ഇഡി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയുണ്ടായി. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി വീണ വിജയന്റെയും അവരുമായി ബന്ധപ്പെട്ട കമ്പനികളുടെയും പേരിൽ വിവിധ ബാങ്കുകളിലുള്ള 16.5 ലക്ഷം രൂപയുടെ നിക്ഷേപങ്ങൾ ഇഡി നേരത്തെ മരവിപ്പിച്ചിരുന്നു. ഇതിൽ വലിയൊരു തുകയും ലേക്കർ ഇന്ത്യ കോർപ്പുമായി ബന്ധപ്പെട്ടതാണ്. ലേക്കർ ഇന്ത്യ കോർപ്പ് 15.5 ലക്ഷം രൂപ, വീണ വിജയന്റെ വ്യക്തിഗത അക്കൗണ്ട് 1.37 ലക്ഷം രൂപ, എക്സാലോജിക് സൊല്യൂഷൻസ് അക്കൗണ്ട് 27,585 രൂപ എന്നിങ്ങനെയാണ് മരവിപ്പിച്ചിട്ടുള്ളത്.